അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ വിശദീകരിച്ചു വരുന്നത് മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. രണ്ട് വിഭാഗം ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ഒന്ന് തൗബ ചെയ്യുന്ന ആളുകൾക്ക്, രണ്ടാമത്തത് അല്ലാഹുവിന്റെ ശരിയായ ദീനിനെ പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകൾക്ക്. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാഫിറിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ശേഷം മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് തൻ്റെ സഹോദരന്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി ഒരാൾ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. മുസ്ലിം ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅഅനി അഖീഹി ബിളഹ്രിൽ ഗൈബ്. ഒരാൾ തന്റെ സഹോദരന്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എങ്കിൽ ഖാലൽ മലക്കുൽ മുവക്കൽ, അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു മലക്ക് പറയും ആമീൻ ആമീൻ എന്ന് പറയും. നമ്മളെപ്പോഴും നമ്മുടെ മുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, മലക്ക് ആമീൻ എന്ന് പറയുന്നു. മാത്രവുമല്ല, ഈ മലക്ക് പോലെ വലക്കം നിനക്കും ഇതുപോലെ ഉണ്ടാകട്ടെ എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു സഹോദരന്റെ പ്രയാസം നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ മലക്ക് പറയും നിന്റെ പ്രയാസം നീങ്ങട്ടെ. ഒരു സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ മലക്ക് പറയും നിന്റെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. നമുക്കറിയാം, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ ഒന്ന് ആ പ്രാർത്ഥന ആമീൻ എന്ന് പറയും, രണ്ടാമത്തത് നിനക്കും ഇതുപോലെ ഉണ്ടാകട്ടെ എന്ന് പറയും. നമ്മൾ ഈ ഒരു പ്രാർത്ഥന എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. എല്ലാ വെള്ളിയാഴ്ചയും പള്ളി മെമ്പറുകളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. നമ്മൾ കേട്ടില്ലേ, മുസ്ലിങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ആണിനും പെണ്ണിനൊക്കെ നീ പുറത്തു കൊടുക്കും, അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് അഭാവത്തിൽ പ്രാർത്ഥിക്കുക. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ളവരും പെട്ടു, ജീവിച്ചിരിക്കുന്നവരും പെട്ട് മരിച്ചവരും പെട്ടു. അപ്പോഴൊക്കെ മലക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആമീൻ ആമീൻ എന്ന് പറയുന്നത്. അതല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ തശഹ്ഹുദിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പറയില്ലേ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാമും ഇതൊക്കെ ഉണ്ടാവട്ടെ. അതിനുശേഷം നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ എല്ലാ നല്ല ദാസന്മാർക്കും അല്ലാഹുവിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ. അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും പെട്ട്, കഴിഞ്ഞു പോയ ആളുകൾ പെട്ട്, വരാനിരിക്കുന്നവരും പെട്ട്. ഇതൊക്കെ നമ്മൾ അവരുടെ അഭാവത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആലോചിക്കുക, നമ്മളൊരു മുസ്ലിം ഒരു മുഅ്മിനാണെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ എവിടുന്നൊക്കെ ആരൊക്കെ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ മുഅ്മിനീങ്ങൾക്ക് പുറത്തെടുക്കുക, മുസ്ലിങ്ങൾക്ക് പുറത്തെടുക്കുക. നമ്മളൊരു മുസ്ലിമാണ്, ഒരു മുഅ്മിനാണെങ്കിൽ ആ പ്രാർത്ഥന നമുക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നിന്റെ നല്ല അടിമകൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ. ലോകത്തിന്റെ എത്ര ഭാഗത്ത് നിന്ന് കോടിക്കണക്കിന് ആളുകൾ ഓരോ സെക്കൻഡിലും പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ നമ്മളൊരു സ്വാലിഹാണെങ്കിൽ നമ്മൾ ഉൾപ്പെടുമെന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ നല്ല മുഅ്മിനീങ്ങളാകണം, നല്ല സ്വാലിഹീങ്ങളായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ നമ്മൾ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടും. പറഞ്ഞു വരുന്നത്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. പിന്നീട് ഹദീസിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമി യഊദു മുസ്ലിമൻ ഖുദവതൻ ഇല്ലാ സല്ലല്ലാഹു അലൈഹി സബഊന അൽഫ മലക്കിൻ ഹത്താ യുസിയ. ഒരാൾ രാവിലെ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകാൻ, അങ്ങനെ പോയാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.
ഹദീസ് സഹിയായ റിപ്പോർട്ടാണ്. 70,000 മലക്കുകൾ, 1, 2, 10, 100 എന്നല്ല, 70,000 മലക്കുകൾ രോഗ സന്ദർശനം നടത്തുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി വൈകുന്നേരമാണ് അവൻ പോകുന്നതെങ്കിലോ പ്രഭാതം വരെ അവൻ 70,000 മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് ഈ ഒരു പ്രവർത്തനത്തിന്റെ മഹത്വം എത്രയാണ്. അപ്പൊ നമ്മളെ ഏത് രോഗ സന്ദർശനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ നഷ്ടപ്പെടുത്തരുത്. പക്ഷെ ഈ ഒരു നല്ല നെയ്യത്തോട് കൂടിയിട്ട് നമ്മൾ പോകണം. നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഓരെന്താ വിചാരിക്കാൻ കുറെ കാലമായി കേൾക്കണേ, ഞാൻ നമുക്ക് പോയിട്ടില്ല. അങ്ങനെ ആൾക്ക് വേണ്ടിയിട്ട് പോക്കലല്ല. ഇതിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന മഹത്തായ ചില പ്രതിഫലങ്ങളുണ്ട്. ആ പ്രതിഫലം മുമ്പിൽ വെച്ചിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പോകണം. അപ്പം മലക്കുകളുടെ പ്രവർത്തനം നമുക്ക് കിട്ടുമെന്നുള്ളത്. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, മാമി യൗമി യുസ്ബിഹുൽ ഇബാദ് ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. ഏതൊരു പ്രഭാതം ഉടലുമ്പോഴും നേരം വെളുക്കുമ്പോഴും 2 മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. 2 മലക്കുകൾ ഇറങ്ങി വരും. ഫയഖൂലു അഹദുഹുമാ, അതിലൊരു മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖൽഫ, അല്ലാഹുവേ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണേ. വയഖൂലു ആഖർ, മറ്റേ ആൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹു സമ്പത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന പിശുക്കന്മാർക്ക് നീ നാശം കൊടുക്കണേ. അപ്പോൾ പണ്ഡിതന്മാരെ പറയാം, നിങ്ങൾക്ക് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടണം, ഒരു ദിവസം ഒരു ഉറുപ്പിലേക്ക് നിങ്ങൾ ദാനം കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം എന്താ, സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി പകരം കിട്ടാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പകരം കിട്ടുക എന്ന് പറഞ്ഞാൽ കൊടുത്ത സമ്പത്തിന് പകരം കിട്ടലല്ല, സമ്പത്ത് മാത്രം കിട്ടലല്ല. പണ്ഡിതന്മാരെ ഷറയിൽ പറഞ്ഞായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബറകത്തു ഫീ മാലിഹി വഅഖ്ലിഹി വഉംരിഹി വസിഹതിഹി, അവന് അവന്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവുക, അതുപോലെ അവന്റെ കുടുംബത്തിൽ മക്കളിൽ ബർക്കത്തുണ്ടാവുക, അവന്റെ ആയുസ്സിൽ ബർക്കത്ത് കിട്ടുക, അവന്റെ ആരോഗ്യത്തിൽ ബർക്കത്തുണ്ടാവുക. ഇതൊക്കെയാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശമെന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ള പൊരുത്തപ്പെടുന്ന എന്തെല്ലാം മാർഗം അദ്ദേഹത്തെ നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മൾ ചെറിയ ചെറിയ സമ്പത്തുള്ള ആളുകളെ ചെറിയ രൂപത്തിൽ കൊടുത്താൽ മതി. നല്ല ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് കോടിക്കണക്കിന് രൂപയിലേക്കാൾ വിലമതിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അല്ലാതെ ലക്ഷങ്ങൾ തന്നെ കൊടുക്കണമെന്നില്ല. ഒരാൾക്ക് 10 രൂപയാണ് കൊടുക്കാൻ കഴിയുന്നത്, അത് അള്ളാന്റെ മാർഗത്തിന് നല്ല നെയ്യത്തോട് കൂടി. എന്തിനധികം അവരവന്റെ കുടുംബത്തിന് കൊടുക്കുന്നത് പോലും നെയ്യത്തുണ്ടെങ്കിൽ അത് ഈ വകുപ്പിലെ പെടും. കഠിനമായ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ജോലി ചെയ്ത് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ, അത് ആ പ്രതിഫലം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് കൂടിയിട്ടുണ്ട്. അവിടെ നെയ്യത്ത് വേണം, നെയ്യത്തില്ലാതെ കിട്ടില്ല. മുസ്ലിങ്ങളായ ആളുകൾ ചെയ്യുന്നില്ല, ഒരിക്കൽ ആ നെയ്യത്തുന്നില്ല, അള്ളാഹുവിൽ കൂടിയിട്ടണം, പരലോകത്ത് കൂടിയിട്ടണം എന്ന നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചെയ്യും. അപ്പൊ ആ ഒരു നെയ്യത്തോടു കൂടി നമ്മുടെ വീട്ടിൽ അതിഥികൾ വരും. ആ അതിഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന സൽക്കാരങ്ങൾ, ഭക്ഷണങ്ങൾ, അത് നല്ല നെയ്യത്തോടെ അത് നമുക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ എന്തൊക്കെ ചെലവഴിക്കുന്ന നല്ല പൊരുത്തപ്പെട്ട മാർഗം, ആ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, ഇന്നല്ലാഹു വമലായികതുഹു വഅഹ്ല സമാവാതി വൽ അർദി ഹത്താ നംലത ഫീ ജുഹിരിഹാ വഹത്തൽ ഹൂത ലയുസല്ലുന അലാ മുഅല്ലിമിൻ നാസി ഖൈറ. അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലും. അല്ലാഹുവിന്റെ സ്വലാത്ത് മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, സനാഉൽ മലായിക, മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് ആ മനുഷ്യനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് അല്ലാഹുവിന്റെ സ്വലാത്ത്. അത് അള്ളാഹു ചെയ്യും. പിന്നെയോ മലക്കുകൾ സ്വലാത്ത് ചെയ്യും. മലക്കുകളുടെ പ്രാർത്ഥനയാണ്, മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് ഒക്കെ പ്രാർത്ഥിക്കലാണ് മലക്കുകളുടെ സ്വലാത്ത്. അതുപോലെ തന്നെ ഈ മാളങ്ങളിലുള്ള ഉറുമ്പുകൾ പ്രാർത്ഥിക്കും, കടലിലെ മത്സ്യങ്ങൾ പ്രാർത്ഥിക്കും. ആർക്ക് വേണ്ടി? അലാ മുഅല്ലിമിൻ നാസി ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി. അപ്പൊ ജനങ്ങൾക്ക് ഹൈറായ കാര്യങ്ങൾ ഒരാൾ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ അയാൾക്ക് വേണ്ടിയിട്ട് മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളത്. ഇവിടെയാണ് ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ ഒക്കെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ജനങ്ങൾക്ക് ഈ എങ്ങനെ ഹൈറായ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അവരെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കാതെ പേനും കടലാസുകൾക്ക് ബുക്ക് കൊടുത്ത് പഠിപ്പിക്കാൻ പോകല് മാത്രമല്ല, അങ്ങനെ അതിൽ മാത്രം നമ്മൾ അതിനെ ഒതുക്കി നിർത്തേണ്ടതില്ല.
നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിന്റെ ഒരു നിയമം, ഒരു സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും. അതിലും നമ്മൾ വായനമായി തീരും. നമ്മളൊരു സുഹൃത്ത് ഫാത്തിഹ ഓതാൻ രോഗി ഒരു ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ചില സുന്നത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് ഈ പ്രാർത്ഥന കിട്ടും. അതിനെന്ത് വേണം? നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത്. പിന്നീട് വന്നത് നമ്മളൊരു മയ്യത്തിനെ കാണാൻ പോകണം, അല്ലെങ്കിൽ നമ്മളൊരു രോഗ സന്ദർശനം നടത്താൻ പോകാൻ. അങ്ങനെ ആ മയ്യത്തിന്റെ അടുക്കൽ, ആ രോഗിയുടെ അടുക്കൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആമീൻ പറയുന്നു. ഇത് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. നിങ്ങളൊരു മയ്യത്തിനെ കാണാൻ പോവുകയോ രോഗിയെ കാണാൻ പോവുകയോ ചെയ്തിട്ട് നിങ്ങൾ അപ്പൊ ആ സമയത്ത് നിങ്ങൾ നല്ല കാര്യങ്ങളാണ് പറയേണ്ടത്, ഖൈറായ കാര്യങ്ങൾ പറയണം. കാരണം നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ടോ അതിന് മലക്കുകൾ ഇങ്ങനെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു മയ്യത്ത് സന്ദർശനം നടത്തിയാൽ എന്താ, നമ്മളൊന്ന് കാണാൻ പോകുന്നത് അങ്ങനെയല്ല. നമ്മൾ ആ മയ്യത്തിൽ പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതിന് കൂടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം എന്താ, അവിടെ മലക്കുകൾ ഇരുന്നിട്ട് ആമീൻ ആമീൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് കാണിക്കാത്ത ഒരു സാധനം. പിന്നെ പല ആളുകളെ കാണുമ്പോൾ അവിടുന്ന് ആളുകളൊക്കെ കാണും, അങ്ങനെ ഓരോ നടത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ കാര്യം, ദുനിയാവിന്റെ ആഹ്റത്തിന്റെ കാര്യത്തിനൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാം. കാരണം അവിടെ മലക്കുകൾ ആമീൻ പറയുന്ന ഒരു സദസ്സ്. അതേപോലെ തന്നെ രോഗിയുടെ അടുക്കൽ പോയാൽ അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. പിന്നീട് വന്നിട്ടുള്ളതാണ് മുസല്ലല്ലാഹുവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മലക്കുകളെ അല്ലെങ്കിൽ മലക്കുകളെ സ്വലാത്ത് ചൊല്ലുന്നു. പറഞ്ഞു ഒരാളുടെ വേണ്ടി സ്വലാത്ത് ചൊല്ലിട്ട് മലക്കവന് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം നിന്റെ പേരിലുള്ള സ്വലാത്ത്. വർദ്ധിപ്പിച്ചാൽ മലക്കുകൾ നിന്റെ പേരിലുള്ള പ്രാർത്ഥന വർദ്ധിപ്പിക്കും. നമ്മളൊക്കെ ഈ പാടി വേറെ എന്തൊക്കെ ആലോചിച്ചങ്ങനെ വേണ്ടി കുറച്ച് ദിക്കറും സ്വലാത്തൊക്കെ നമ്മളെ നാവിൽ വരും. നമുക്ക് ഈ സാധനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആകെ ഇബ്രാഹിം സ്വലാത്ത് ഒരു സ്വലാത്തില്ല, നമുക്ക് വേറെ സ്വലാത്തില്ല. ഞാൻ മുമ്പ് ഒരു 4-5 ക്ലാസ് ഇതോട് പഠിച്ചിട്ട് എൻ്റെ സ്വലാത്തിന്റെ മഹത്വം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശദീകരിച്ചതാണ്. സഹോദരന്മാരെ, അതിനൊക്കെ വലിയ പ്രാധാന്യം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുന്നു. ആലോചിക്കുക, അല്ലാഹുവിന് വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹുവിന്റെ പേരിൽ സ്വലാത്തല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. വിശുദ്ധ നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ ഏക കർമ്മ സ്വലാത്ത് മാത്രമാണ്. അപ്പൊ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കണം, അല്ലാഹു പറഞ്ഞു. ഞാൻ നോമ്പോക്കുന്നത് നിങ്ങൾ നോമ്പോക്കണം, അല്ലാഹു പറഞ്ഞു. പക്ഷെ അള്ള പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചൊല്ലണം. ഇത് സ്വലാത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞ വിഷയം. എങ്കിൽ ഇത്ര ഗൗരവത്തിൽ അള്ള പഠിപ്പിച്ച ഒരു വിഷയത്തിൽ നമ്മൾ എവിടാനുള്ളത്? അതുകൊണ്ട് നമ്മൾ ഇല്ലാത്ത സ്വലാത്ത് കുറെ മനുഷ്യന്മാരുണ്ടാക്കുക, അത് വിമർശിക്കുമ്പോൾ ഉള്ള സ്വലാത്ത് ചെല്ലുന്ന ആളുകളായിരിക്കണം. എന്നിട്ടാണ് ഇല്ലാത്തതിനെ വിമർശിക്കുന്നത്. ഇതില്ല വിദഗ്ധാണെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. എന്നാൽ സുന്നത്ത് കൂടെ കുറെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് അമലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിന് വലിയ കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇവിടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇനി ചില കാര്യങ്ങൾ അത് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകൾക്ക് മലക്കുകളുടെ ഈ പ്രാർത്ഥന ലഭിക്കും. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അതിനുശേഷം ഈ നമ്മുടെ ഹൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലക്കുകൾ തന്നെ നമ്മളെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയും കൂടി നമ്മൾ പഠിക്കണം. ഇതൊക്കെ വലിയ ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്.
പറഞ്ഞത്. കാരണം പണ്ഡിതന്മാർ നമുക്ക് പറയുന്ന ഒരു വിഷയം എന്താ പറയുന്നത്, ഒരു മലക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തന്നെ അത് എല്ലാ ആളുകൾക്കും അള്ളാഹു കൊടുത്തു കൊടുക്കുന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളി, മലക്കുകളുടെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്നതാണ്. മലക്ക് പ്രാർത്ഥിക്കുമ്പോൾ അത് ഉത്തരം കിട്ടുന്നതാണ്. പരിശുദ്ധരാണ് അവർ, അള്ളാഹുവിനോട് സാമീപ്യമുള്ളവരാണ്, ഏത് സമയം ഇബാദത്തിലാണ്, ഒരു പാപവും ചെയ്യാത്ത പരിശുദ്ധരാണ്. ഇവരെ നമുക്ക് വേണ്ടി ദുആ ചെയ്ത് ഉത്തരം കിട്ടൂലേ? അതല്ല ഞാൻ പറഞ്ഞത്. മുമ്പ് ഒരു മഹാനായ ഒരു പണ്ഡിതന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നമ്മളങ്ങനെ നല്ല പണ്ഡിതന്മാരൊക്കെ കണ്ടെങ്കിൽ നമ്മൾ ദുആ ചെയ്യാൻ എനിക്ക് പ്രയാസങ്ങൾ. അദ്ദേഹം പറഞ്ഞോട് നീ പശ്ചാത്തപിച്ചോ, നീ അള്ളാന്റെ മാർഗത്തെ പിന്തുടർന്നു, എന്നേക്കാൾ ഉത്തമരായ ആളുകൾ നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, പാപമോചനം തീരും. അതായത് മലക്കുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ മാർഗം പിന്തുടരുന്ന ആളുകൾക്കും തൗബ ചെയ്യുന്ന ആളുകൾക്കും മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഈ ഒരു പ്രാർത്ഥനയെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ഇത് കിട്ടൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യമാണ്. ആർക്കൊക്കെയാണ് അവർ പ്രാർത്ഥിക്കുന്നത് നമ്മൾ അറിയണമല്ലോ. ഇത് നമ്മൾ അറിയാനാണല്ലോ ഖുർആനിലും ഹദീസിലും അല്ലാഹു റസൂലും പറഞ്ഞിരുന്നത്. ഇത് അറിയുമ്പോഴേ നമുക്ക് ഈ ഖൈർ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ കഴിയുള്ളൂ. മലക്കുകളുടെ ശാപപ്രാർത്ഥന ഏതിലേക്കാണെന്ന് അറിയുമ്പോഴേ നമുക്ക് ഇത് വിട്ടു നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത് ഗൗരവം മനസ്സിലാക്കിയിട്ട് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.